ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇന്നസെൻ്റ് ഒരിക്കലും മാഞ്ഞു പോവില്ല. ഒരു ദിവസം പോലും ഇന്നസെൻ്റിനെ പറ്റി ആലോചിക്കാത്ത ദിവസങ്ങളില്ല. കണ്ണു നിറഞ്ഞ ഇടറിയ ശബ്ദത്തിൽ പാതിമുറിഞ്ഞ വാക്കുകൾക്കൊപ്പം സംവിധായകന് കട്ടുപറയേണ്ടി വന്നത് ഒരു പക്ഷേ ഇത് ആദ്യമായാകും. സത്യൻ അന്തിക്കാട് എന്ന സംവിധായകനും ഇന്നസെന്റ് എന്ന നടനുമപ്പുറം തോളോട് തോൾ ചേർന്ന കൈകോർത്തു പിടിച്ച ആത്മസുഹൃത്തുക്കൾ. ഇന്നസെന്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ പൂർത്തിയാക്കാൻ സത്യൻ അന്തിക്കാടിനായില്ല. തൊട്ടരികിലിരുന്ന മോഹൻലാൽ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നച്ചനെ സ്നേഹമെന്ന വാക്കിനൊപ്പം ചേർത്തുവെച്ചു. സത്യേട്ടൻ പറഞ്ഞ പോലെ ഒരിക്കലും ഉറഞ്ഞു പോകാത്തൊരു ചെടിയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ അദ്ദേഹം എന്നും ഉണ്ടാകും. ഞങ്ങളുടെ മാത്രമല്ല, മലയാളികളുടെ മനസ്സിലുണ്ടാകും. അത്രയും സ്നേഹമുള്ള ഒരാളെ ഞാൻ കാണും. 1,00,000 കോപ്പികൾ പിന്നിട്ട മാതൃഭൂമി ബുക്സ് ഇറക്കിയ ക്യാൻസർ വാർഡിലെ ചിരിയെന്ന പുസ്തകത്തിന്റെ 29ാം പതിപ്പ് ഇന്നച്ചന് ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാലും സത്യൻ അന്തിക്കാടും ചേർന്ന കൊച്ചിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു. ഇന്നസെന്റിന്റെ പ്രിയപത്നി ആലിസും മകനും പേരക്കുട്ടികളും ചേർന്ന പുസ്തകം ഏറ്റുവാങ്ങി. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അപ്പാപ്പന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുസ്തകമായിരുന്നു. അതിജീവനത്തിന്റെ കഥ പറയുന്ന ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം ഇവിടെ ഇങ്ങനെ 1,00,000 കോപ്പി വിറ്റുപോയി എന്നറിയുമ്പോൾ ഞങ്ങളെക്കാളൊക്കെ ഉപരി സന്തോഷിക്കുന്നത് എൻ്റെ അപ്പാപ്പനായിരിക്കും. വായിച്ചവർക്കൊക്കെ മരുന്ന് പോലെ ആശ്വാസവും സാന്ത്വനവുമേകിയ വാക്കുകളായിരുന്നു ഇന്നസെന്റ് എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരിയെന്ന പുസ്തകം. പുസ്തകം തയ്യാറാക്കിയ ശ്രീകാന്ത് കോട്ടക്കലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും അഭിനേതാക്കളായ സംഗീത്, മാളവിക എന്നിവരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.